നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പതിവ് പോലെ തന്നെ ഇന്ന് രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റിട്ടുണ്ട്. എന്നും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ കേട്ടോ, പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ട് ഒന്നുമില്ല. ഇന്ന് ഫുള്ള് വീട്ടിലിരുന്നപ്പോഴത്തേക്ക് ഞാൻ ഓർത്തെങ്കിൽ പിന്നെ ഒരു വീഡിയോ പിടിക്കാമല്ലോ എന്ന് ഓർത്തുകൊണ്ട് എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ രാവിലെ തൊട്ട് ഒരു ഉച്ച വരെയുള്ളൊരു കുറച്ച് കാര്യങ്ങൾ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഇന്ന് പുട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പുട്ട് രാവിലെ ഉണ്ടാക്കാമല്ലോ എന്നോർത്തുകൊണ്ട് പുട്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ പുട്ടെല്ലാം റെഡിയായി, എന്നാൽ പിന്നെ കഴിക്കാമല്ലോ എന്നോർത്തുകൊണ്ട് കഴിക്കാനായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളാകെ 2 പേര് മാത്രമേ ഉള്ളൂ, എന്നാലും പുള്ളിക്കാരൻ്റെ കൂടെ ഇരുന്ന് കഴിക്കാമല്ലോ എന്നോർത്തുകൊണ്ട് എന്നും ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് ഇരിക്കുന്നത്. എന്നാലും രാവിലെ അങ്ങനെ ഇരുന്ന് കഴിക്കാനുള്ളൊരു നേരം കിട്ടാറില്ല. അപ്പോൾ പിന്നെ ഒരു സൺഡേ സാറ്റർഡേ ഒക്കെ കിട്ടുമ്പോഴത്തേക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാറുണ്ട് കേട്ടോ. എനിക്കൊന്നും അതൊക്കെ തന്നെ രാവിലെ കഴിക്കാൻ മടിയാണ്. എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പണി ചെയ്തിങ്ങനെ നടക്കുന്നത് കൊണ്ട് അങ്ങനെ രാവിലെ കഴിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കഴിപ്പെല്ലാം കഴിഞ്ഞ് ഞാൻ എല്ലായിടും ഒന്ന് വൃത്തിയാക്കി ഇട്ടോട്ടിരുന്നപ്പോഴാണ് ഞാനിങ്ങനെ ആലോചിച്ചത്, ഇന്ന് ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് ഫ്രീസറിനകത്ത് മീനുണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്ത് വെള്ളത്തിനകത്ത് ഇടുന്നത് പതിവാണ്. പക്ഷേ ഇന്ന് മാത്രം ഞാനതങ്ങ് മറന്നുപോയി കേട്ടോ. അതിൻ്റെ കാണാനും കൊണ്ട് നോക്കിയപ്പോൾ മീനൊക്കെ ഒരുമാതിരി എന്താ പറയുക, കല്ല് പോലെ ആയിപ്പോയി കേട്ടോ. ഐസായിട്ട് ഒരനക്കവും ഇല്ല. അപ്പോഴത്തേക്ക് ഞാൻ ഓർത്തെങ്കിൽ പിന്നെ അതങ്ങനെ വെള്ളത്തിനകത്തിട്ടിട്ട് ബാക്കി പണി ചെയ്യാമല്ലോ എന്ന് ഓർത്തുകൊണ്ട് ബാക്കി പണി എടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് ഐസൊക്കെ ഒന്ന് മെൽട്ടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കി പണി എടുക്കാമല്ലോ. തോരൻ എന്ത് വെക്കുമെന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴത്തേക്കാണ് ബീട്രൂട്ട് കണ്ടത് കേട്ടോ. അപ്പോൾ ബീട്രൂട്ട് എന്നെങ്കിൽ പിന്നെ ഇന്ന് തോരൻ വെക്കാമല്ലോ എന്ന് വിചാരിച്ച് ബീട്രൂട്ടിന് വേണ്ട തേങ്ങയെല്ലാം ചിരവി എടുക്കുന്നുണ്ട് കേട്ടോ. ബീട്രൂട്ടിന് മാത്രമല്ല, ഇന്നലെ കുറച്ച് നാടൻ കപ്പ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ കപ്പയ്ക്ക് വേണ്ട കുറച്ച് തേങ്ങയും കൂടി എന്നെങ്കിൽ പിന്നെ ഇന്ന് കപ്പ വേവിക്കാമല്ലോ എന്ന് വിചാരിച്ച് അതിനുള്ള തേങ്ങയും കൂടി ഞാൻ ചിരവി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഞങ്ങൾ 2 പേർക്കും കപ്പ നല്ല ഇഷ്ടമാണ്, പക്ഷേ അങ്ങനെ വാങ്ങാറില്ല കേട്ടോ. വല്ലപ്പോഴും തോന്നുമ്പോൾ അങ്ങ് വാങ്ങുമെന്നല്ലാണ്ട് എപ്പോഴും വാങ്ങലില്ല കേട്ടോ. പിന്നെ ഞാനിവിടെ ഒറ്റ ബീട്രൂട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കിത് ഒറ്റ ബീട്രൂട്ട് കൊണ്ട് നമുക്ക് ഉച്ചയ്ക്ക് വെത്തും രാത്രിക്ക് വെത്തും കേട്ടോ. അധികം വെച്ച് കളഞ്ഞതിനേക്കഞ്ഞും നല്ലത് ആവശ്യത്തിന് വെക്കുന്നതല്ലേ. ഞാൻ എൻ്റെ ബീട്രൂട്ടെല്ലാം അരിഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഞാനിങ്ങനെ ഓർത്തത് കേട്ടോ. ഞാൻ രാവിലെ തുണി കഴുകിയായിരുന്നല്ലോ, അത് ഞാൻ വിരിച്ചിടാൻ മറന്നുപോയല്ലോ എന്ന് ഞാനിങ്ങനെ ഇപ്പോഴാണ് ഞാൻ ചിന്തിച്ചത് കേട്ടോ. എന്നാൽ പിന്നെ ഒന്നും നോക്കണ്ട, ഓർമ്മ വന്നപ്പോൾ കൊണ്ടങ്ങ് വിരിക്കാമല്ലോ എന്ന് ഓർത്തുകൊണ്ട് പോയി വിരിക്കാനായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് അപ്പുറത്തെ ചേച്ചി അവിടെ എല്ലാം അടിച്ചു വരുന്നുണ്ട് കേട്ടോ. ചേച്ചിയോട് കുറച്ച് നേരം വർത്താനം പറഞ്ഞ് നല്ലൊരു ചേച്ചിയാണ്. അപ്പോൾ എൻ്റെ ക്യാമറ കണ്ടപ്പോൾ തന്നെ ചേച്ചി മുങ്ങാനുള്ള ശ്രമം നടത്തി കേട്ടോ. പാവം ഞാൻ പറഞ്ഞു, ഞാൻ വീഡിയോയിലൊന്നും ഞാൻ നിങ്ങളെ പിടിക്കൂല എന്ന് പറഞ്ഞു, നിങ്ങളോട് നിന്നോളാൻ പറഞ്ഞു. എന്നിട്ട് പിന്നെ കുറച്ച് നേരം ചേച്ചിയോട് വർത്താനം എല്ലാം പറഞ്ഞ് തുണിയെല്ലാം വിരിച്ചിട്ടിട്ട് ഇങ്ങൊക്കെ ഇറങ്ങി പോകുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് ആൾക്ക് പുറത്ത് പോകാനായിട്ട് ഒരു കല്യാണമോ എന്തോ ഒരു ഹൗസ് വാമിങ്ങോ എന്തോ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നെ ഡ്രസ്സൊന്ന് അയൺ ചെയ്ത് കൊടുക്കാമല്ലോ എന്ന് ഓർത്തുകൊണ്ട് അത് അയൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഷർട്ടെല്ലാം അയൺ ചെയ്ത് കൊടുത്ത് ഞാൻ ബാക്കി പണി എടുക്കാമല്ലോ എന്ന് ഓർത്ത് കിച്ചണിലോട്ട് വന്നു കേട്ടോ. അപ്പോഴത്തേക്ക് മീനൊക്കെ നന്നായിട്ട് ഐസെല്ലാം പോയി കേട്ടോ. നല്ലതായിട്ട് തോല് പൊളിച്ചെടുക്കേണ്ട ഒരു മീനായതുകൊണ്ട് അത് നമ്മൾ നന്നായിട്ട് നോക്കി തന്നെ മുറിച്ചെടുക്കണ്ടേ. അതുകൊണ്ട് അതെല്ലാം ഒന്ന് മര്യാദയ്ക്ക് മുറിച്ചെടുക്കും. എൻ്റെ കുറേ നേരത്തെ ഒരു ശ്രമത്തിന് ശേഷം ഞാൻ മീനെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ അത് കറി വെക്കാമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ചട്ടി വെച്ച് എണ്ണയൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് കടുകിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ മൂടി എന്താ ഇങ്ങനെ മൂടി വെക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട കേട്ടോ. കടുക് പൊട്ടുന്നത് കൊണ്ടാണ്. നിങ്ങളെങ്ങനെയാണ് മീൻ കറി വെക്കുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. ഓരോ നാട്ടിലും ഓരോ സ്റ്റൈലല്ലേ അല്ലേ. ഞാൻ കുറച്ച് ഉലുവയും കൂടി ഇടും കേട്ടോ. ഉലുവയും പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇതും കൂടി ഇട്ട് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കും കേട്ടോ. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് കറിവേപ്പിലയും നന്നായിട്ട് ഒരു എന്താ പറയുക ഒരു ബ്രൗൺ കളറൊക്കെ ആകുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത്രയും കൂടി ഇട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മറന്നുകൂടം വരെ ചൂടാക്കുക കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് കുടംപുളി ഇടുന്നെങ്കിൽ കുടംപുളി ഇട്ട് കൊടുക്കുക. ഈ ഭാഗത്തോട്ടൊക്കെ വാളംപുളി കേട്ടോ ഉപയോഗിക്കുന്നത്. നമ്മൾ സാമ്പാറിനൊക്കെ ഉപയോഗിക്കുന്ന പുളിയില്ലേ, അതാണ് ഉപയോഗിക്കുന്നത്. അതെനിക്ക് പറ്റുന്നില്ലാത്തത് കൊണ്ട് ഉപയോഗിക്കാറില്ല കേട്ടോ. വല്ലപ്പോഴും ഉപയോഗിക്കും.
പിന്നെ പുള്ളിക്കാരനും ഇഷ്ടം കുടംപുളി തന്നെയാണ് കേട്ടോ. പിന്നെ ആ വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ മീനിട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. എന്നിട്ട് അതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അടച്ച് വെച്ച് തന്നെ വേവിക്കുക. അപ്പം ഒന്നും കൂടെ നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ. ഞാൻ ഇത്രയൊക്കെ പറയുമെങ്കിൽ പോലും ഉണ്ടല്ലോ എൻ്റെ മീൻകറിക്ക് ഒരു 100 കുറ്റം കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ നാട്ടിലാണ് കുടംപുളി ഇട്ട് വെക്കുന്നത്. അപ്പോൾ എന്നോട് പറയും എൻ്റെ നാട്ടിൽ എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന മീൻകറിയാണ് നല്ല മീൻകറി, നിനക്ക് മീൻകറി ഉണ്ടാക്കാൻ അറിയത്തില്ല എന്നോട് പറയും. അത് എപ്പം ഞാൻ കുടംപുളി ഇട്ട് വെച്ചെന്ന് പറഞ്ഞാലും ഈ ഒരു വർത്താനം പറയും, മീൻകറി വെക്കാൻ അറിയത്തില്ല എന്ന്. അതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ ആക്കിയെടുക്കാനായിട്ട് ഞാൻ ശ്രമിച്ചു. ഇനി അത് എങ്ങനെയാവും നമുക്കറിയില്ല കേട്ടോ. 2 ദിവസമായിട്ട് ഓക്കെ, അടിപൊളിയാണ്. അപ്പം നമ്മുടെ മീൻകറി എല്ലാം അങ്ങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനവിടെ അടച്ചു മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു അയല ഉണ്ടായിരുന്നു, ആ അയല എടുത്തെന്നാൽ പൊരിക്കാലോ എന്ന് വിചാരിച്ചിട്ടുണ്ട്. അത് പൊരിക്കുന്നുണ്ട് കേട്ടോ. നമുക്കിവിടെ ഒരു അയല തന്നെ ധാരാളം, അങ്ങനെ പൊരിച്ചതിനോടൊന്നും അത്ര ഇൻട്രസ്റ്റ് ഇല്ല ഞങ്ങൾക്ക്. പിന്നെ കുറച്ച് കപ്പ ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞായിരുന്നു നാടൻ കപ്പ ഉണ്ടായിരുന്നു. ആ നാടൻ കപ്പയും കൂടി മുറിച്ച് എന്നാൽ പിന്നെ വേവിക്കാലോ എന്ന് ഓർത്തുകൊണ്ട് അതും കൂടി കുക്കറിനകത്തോട്ടാക്കാനായിട്ട് മുറിച്ചിടുന്നുണ്ട് കേട്ടോ. ഞാൻ കുക്കറിനകത്തൊരു കപ്പയെല്ലാം വാരിയിട്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഈശ്വര ഞാൻ ആദ്യമേ ബീട്രൂട്ട് എല്ലായിരുന്നു അരിഞ്ഞ് വെച്ചത് തോരനാക്കാനായിട്ട്, അതങ്ങ് മറന്നു പോയി കേട്ടോ വെക്കാനായിട്ട്. എന്നാൽ പിന്നെ അത് വെക്കാമല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഒരടുപ്പിനകത്തോട്ട് അതും കൂടി വെക്കുന്നുണ്ട് കേട്ടോ. കപ്പയ്ക്കുള്ള കൂട്ടെല്ലാം കൂടി ഇട്ടിട്ട് കപ്പയും റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ എല്ലായിടും ഒന്ന് വൃത്തിയാക്കാമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് അടുക്കളയും കൂടെ വൃത്തിയാക്കി കഴിഞ്ഞാൽ എൻ്റെ ഏകദേശം പണിയെല്ലാം അങ്ങനെ അങ്ങ് കഴിഞ്ഞു കേട്ടോ. അടുക്കളയിലെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് തുടയ്ക്കാനൊക്കെ ഉണ്ട്, അത് പിന്നെ അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ച് മുറ്റത്ത് കുറച്ച് പ്ലാസ്റ്റിക്കൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം വാരി ഒരു കവറിനകത്തോട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് അറിയത്തില്ല കേട്ടോ, വെളുത്തുള്ളിയിലൊക്കെ നല്ല ഉറുമ്പ്. എന്നാൽ പിന്നെ നല്ല വെയിലല്ലേ, എന്നാൽ പുറത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പോവല്ലോ എന്നോർത്തുകൊണ്ട് അവിടെ കൊണ്ട് വെച്ചത് കേട്ടോ. ഏകദേശം പോയിട്ടുണ്ട്. അപ്പം നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞു കേട്ടോ. അടുക്കളയെല്ലാം നല്ല ഞാൻ നീറ്റാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ അടുക്കളയല്ല കേട്ടോ, ഇത് പിന്നെ വർക്ക് ഏരിയ കേട്ടോ. നമ്മുടെ അടുക്കള വരുന്നത് ഉള്ളിലാണ് കേട്ടോ, ഇത് വർക്ക് ഏരിയയാണ് വരുന്നത്. ഈ വർക്ക് ഏരിയയിലാണ് എൻ്റെ ഫുൾ പണി. പിന്നെ ഞാൻ അടുക്കളേൻ്റെ കാര്യം ഇപ്പോൾ അങ്ങ് മറന്നേ പോയി. അടുക്കളയിൽ നമ്മൾ പൊതുവേ കുക്ക് ചെയ്യാറില്ല കേട്ടോ. ഇവിടെ ഞാൻ വർക്ക് ഏരിയയിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻ പൊരിച്ചത് റെഡിയായി, ഇതെൻ്റെ മീൻ മുളകിട്ടത് റെഡിയായി, അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെന്താണ്, ഞാൻ പറഞ്ഞില്ലായിരുന്നു രാവിലെ കുറച്ച് കപ്പ ഉണ്ടായിരുന്നെന്ന്, ആ കപ്പയും ഞാൻ വേവിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെന്തായിരുന്നു, ബീട്രൂട്ട് തോരൻ. ഇത്രയേ ഉള്ളൂ കേട്ടോ, ഇന്നത്തെ ഫുഡ് ഇത്രയും മാത്രമേ ഉള്ളൂ. പിന്നെ മുറ്റത്ത് നോക്കിയപ്പോഴത്തേക്ക് കുറച്ചധികം കവറുകൾ നനഞ്ഞു കിടപ്പുണ്ടായിരുന്നേ, അതെല്ലാം പിന്നെ ഒന്നും കൂടി കഴുകിയിട്ട് ഉണക്കി വെക്കാമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഉണക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നേരെ ഉച്ചയായി, എന്നാൽ പിന്നെ ചോറ് കഴിക്കാമല്ലോ എന്നോർത്തുകൊണ്ട് ചോറ് എടുക്കുന്നുണ്ട് കേട്ടോ. ഉച്ചയ്ക്ക് കഴിക്കാൻ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളായിരുന്നു കേട്ടോ, അതുകൊണ്ട് ഒറ്റയ്ക്കിരുന്ന ഇന്നത്തെ ഉച്ചയ്ക്കത്തെ ആഹാരം. അപ്പോൾ ഒറ്റയ്ക്കുണ്ടാക്കിയ ആഹാരം ഒറ്റയ്ക്ക് ആസ്വദിച്ചിരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. ഉച്ചയ്ക്ക് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളായിരുന്നു, അതുകൊണ്ട് ഒറ്റയ്ക്കിരുന്ന് കഴിക്കും കേട്ടോ. പിന്നെ എൻ്റെ കഴിപ്പും പരിപാടികളും എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം ടി വി കാണാമല്ലോ എന്ന് ഓർത്തുകൊണ്ട് ടി വി കാണാണ്ട് പോയിരിക്കുന്നുണ്ട് കേട്ടോ. നല്ല ഉറക്കവും വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ടി വി എല്ലാം കണ്ട് ഇന്നത്തെ ഉച്ച വരെയുള്ളൊരു സമയം ഇങ്ങനെ അങ്ങ് പോയി കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ ബായ്.